അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു കല്യാണത്തിനായിട്ട് മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ദേവിക ഞാൻ ഇപ്പൊ കാണുന്ന നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും പറയും നമ്മൾ കാണുന്ന പോരുന്നല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ആള് മാറും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്, മാറുമല്ലോ ഈ സ്വഭാവമായിരിക്കില്ലല്ലോ എന്നൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പറയാ, ദേവിക ഞാൻ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളെ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും. ഇനി ഇത് തന്നെയായിരിക്കും ഞാൻ വർഷങ്ങൾ കഴിഞ്ഞാലും. എൻ്റെ അടുത്തുനിന്ന് 1% പോലും എൻ്റെ സ്വഭാവത്തുനിന്ന് വ്യത്യാസം വരില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ ഡയലോഗൊക്കെ അല്ലേ, അതൊക്കെ മാറുന്നു. പക്ഷെ ഇന്ന് വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യാവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, വിജയ മാധവനും ദേവിക നമ്പ്യാരുമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അവരല്ല കേട്ടോ, അവരുടെ വിവാദമായ പേരിടൽ ചടങ്ങാണ്. ഇതിനിടയ്ക്ക് പണ്ട് എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചരടുകെട്ട് പേരിടിയിൽ സമയത്ത് അച്ഛൻ വിളിച്ച പേര് അമ്മയ്ക്കും, അമ്മ വിളിച്ച പേര് എന്താ അച്ഛനും പെട്ടാതെ വന്ന ഒരു പ്രശ്നം, ഒരു വഴക്കൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. എനിക്ക് ഇന്നത്തെ ഈ വീഡിയോ കണ്ടപ്പം അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എന്തായാലും ഈ ദേവിക നമ്പ്യാരും വിജയ മാധവനും ഈ പേര് റിവീൽ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ പൂരിപ്പിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. 30/1/2025 ജനനം, സെക്സ് ഫീമെയിൽ, ബാക്കി അഡ്രസ്സുകളൊക്കെ എഴുതി കൊടുക്കണം. കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല, ഇപ്പോ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പം അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. ഇപ്പൊ ദേവിക പറഞ്ഞ, അയ്യോ ഭഗവാനെ ഇത് ആത്മജയുടെ ഫോണിൽ പോകുമല്ലോ. നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ, അതാണ് പേര് കേട്ടോ. പറ കൊച്ചത്തിൽ വന്നാലേ കേട്ടതല്ലോ. ഓം പരമാത്മ. അടുത്ത പേരിനുള്ള ചേച്ചി. ഓക്കെ, അപ്പം നിങ്ങളത് കണ്ടല്ലോ. വിജയ് മാധവനും ദേവിക നമ്പ്യാരും അവർ എന്തായാലും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അവർ ഈ പേരിടൽ മാത്രമല്ല, അവരുടെ മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു. ആ മോൻ അവരിട്ട പേര് ആത്മജ എന്നാണ്. അപ്പം അതൊരു ആൺകുട്ടിയായിട്ടും അവർക്ക് പെൺകുട്ടിയുടെ പേരാണ് ഇട്ട്. ആ സമയത്ത് ഒരുപാട് പ്രോബ്ലംസ്, ഇതിൻ്റെ പേരിൽ ഈ പേരെന്താ ഈ കുഞ്ഞിന് ഇങ്ങനെയുള്ള പേരിട്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ കുഞ്ഞിന് ആ പേരിട്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവർ വീണ്ടും അടുത്ത കുഞ്ഞിൻ്റെ പേര് ഓം പരമാത്മ എന്ന പെൺകുട്ടിക്ക് പേരുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി ഒരുപാട് കമൻസുകൾ, ഈ ഒരു പേര് വീഡിയോയെ പറ്റി ഒരുപാട് കമൻസുകൾ വന്നു. അതിനവർ റിയാക്ഷൻ, ആ കമൻറ്റുകളെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വിജയ് മാധവ് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞു. പക്ഷെ ഇന്നലെ രാത്രിയില് ഈ എന്നെ പറ്റിയുള്ള ഓരോരോ കമന്റുകളും പരിപാടികളും എല്ലാം വായിച്ചിട്ട് ദേവിക റൂമിലിരുന്ന് ഇങ്ങനെ, താങ്കൾ കരയുന്ന പരിപാടി നടക്കത്തില്ല എങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യത്തില്ല. ഇതൊക്കെ കണ്ടിരുന്ന് രാത്രി റൂമിലിരുന്ന് കരയുക. അപ്പൊ ഞാൻ പറഞ്ഞ്, ഇത് നമ്മള് ഇത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായതല്ലേ, അപ്പം അവർക്ക് അവരുടെ തോന്നലുകൾ അവർ പറഞ്ഞോട്ടെ. നമ്മളതിന് പബ്ലിക്കല്ലേ, നമ്മളങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസ് ഒന്നും അല്ലല്ലോ. അപ്പോ ഞാനിതൊന്നും എടുക്കത്തില്ല കേട്ടോ. നിങ്ങളിടുന്ന കമന്റുകളെല്ലാം ഞാൻ വായിക്കും. എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവാണ്, നമുക്ക് അത് വരും. നമ്മൾ നെഗറ്റിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നെഗറ്റിവിറ്റി വരും. ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി എന്ന് നമ്മൾ ചിന്തിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും 20 വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് ഇപ്പൊ പറയുന്നത് അതിനേക്കാളും ചില കമന്റുകളൊക്കെ വായിച്ചാൽ ബോഡി ഷേമിങ് അറ്റ് ദ പീക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മളെന്തിനാണ് ഇപ്പം, ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിട്ടത് എൻ്റെ കുട്ടിക്ക് പേരാണ്, പേര് ഓം പരമാത്മ. അത് ഞാൻ വളരെ ബോധ്യത്തോടു കൂടി എന്താണ് അതിന്റെ അർത്ഥമെന്നും എന്തൊക്കെ അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ ആകെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് ദേവിക കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു. ലൈക്ക് പ്രസവം കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ തൊണ്ട സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും ഇത് ദേവിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്തതെന്ന്. പക്ഷെ
സത്യസന്ധമായിട്ട് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുവാണേലും എൻ്റെ ജീവിതത്തിൽ പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഞാൻ ആരോടും ചോദിച്ച് അഭിപ്രായം അന്വേഷിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെത്. കാരണം എനിക്കൊരുവിധമൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതിനെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. ചുമ്മാ എടുത്തു കയറി പരിപാടി ചെയ്യുക അതൊന്നും നമുക്കില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കും, അതിന്റെ പ്രോസും കോൺസും ഒക്കെ നോക്കി എനിക്ക് ഫേവറബിൾ ആണെന്ന് ഉറപ്പ് വരുത്തി പോസിറ്റീവായിട്ടാണെങ്കിൽ മാത്രമേ ഞാൻ എന്തും ചെയ്യത്തുള്ളൂ. പക്ഷെ ആഫ്റ്റർ മാരേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെറിയൊരു കാര്യം ചെയ്യുവാണേലും അത് ദേവികയോട് പറഞ്ഞ് ദേവികയുടെ കൂടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. എന്നിട്ട് എന്നെ എന്ത് വേണേ പറഞ്ഞോ, എന്നെ എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കത്തില്ല. കാരണം നമുക്കറിയാം നമ്മൾ എന്താണെന്ന്. നിങ്ങൾ എന്നെ പറ്റി എത്ര മോശം പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അതെന്നെ ബാധിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറെ കമന്റ്സ് ഒക്കെ നോക്കി വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാന്നാണ് വിചാരിച്ചിപ്പോ ഈ വീഡിയോ തുടങ്ങിയെങ്കിലും ഇപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം പിന്നെ ഞാൻ വായിക്കുന്നത് എന്നെ പറ്റിയുള്ള മോശം കാര്യങ്ങളാണ്. അപ്പം വിജയമാധവ് തന്റെ കുട്ടിക്കിട്ട പേരിനെ കുറിച്ച് അവര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് കമന്റ്സുകൾക്കെതിരെ അവർ പറയുന്നുണ്ട്, അയാളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ പേരിടുന്നത് ഈ പേരിൻ്റെ ആവശ്യം എന്താണ്? പേരിടുന്നത് ഒരു ഐഡന്റിറ്റിയാണ് അല്ലേ? ഇന്ന ആള് നമ്മൾ ഒരു സ്കൂളിലായാലും ഒരു സ്ഥലത്ത് ചെന്നാലും ഒരു സൊസൈറ്റിയിൽ ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് നമ്മൾ പേരിടുന്നത്. അപ്പോൾ അത് ആൺകുട്ടികൾക്ക് പ്രത്യേകം പേര്, പെൺകുട്ടികൾക്ക് പ്രത്യേകം പേര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരുണ്ട്. ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ മതങ്ങൾക്ക് പോലും, അതായത് ഹിന്ദുക്കളുടെ നെയിം ഇങ്ങനെ, ക്രിസ്ത്യൻസ് നെയിം ഇങ്ങനെ, മുസ്ലിംസ് നെയിം ഇങ്ങനെ പോലും പേരുകൾക്ക് ഡിഫറൻസ് ഉള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പെൺകുട്ടിക്ക് ആൺകുട്ടികളുടെ പേരും ആൺകുട്ടിക്ക് പെൺകുട്ടികളുടെ പേരും ഇട്ട് എന്താ പറയുന്നത്, വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ വളർന്ന് അല്ലെങ്കിൽ മകൾ വളർന്നു വരുന്ന സമയത്ത്, മകൻ്റെ പേരാണ് പറയുന്നത്, വളർന്നു വരുന്ന സമയത്ത് ഈ ആത്മജ എന്ന പേര് ഇഷ്ടമല്ല എങ്കിൽ അവന് പേര് മാറ്റാം. എയുടെ കാലഘട്ടമാണ്, അപ്പോഴത്തേക്കിന് എന്തൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ എനിക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ, അതായത് അദ്ദേഹം ഈ റിയാക്ഷൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വന്ന കമൻറ്റുകൾക്കെതിരായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ കമൻറ്റും വായിച്ച് അതിനെതിരെ മറുപടി പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും മോശമായ കമൻറ്റുകളാണ് തന്നെക്കുറിച്ച് വരുന്നത്. അത് വീണ്ടും വീണ്ടും വായിച്ച് തനിക്ക് തന്നെ കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് താൻ ആ വീഡിയോ വായിക്കുന്നില്ല, ആ കമൻറ്റുകൾ വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ റിയാക്ട് ചെയ്ത ആ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് വരാം. അപ്പോൾ തുടക്കത്തിൽ അവർക്കും അത് അറിയത്തില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇതില് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ, അതായത് ഇപ്പൊ എന്നെ കളിയാക്കുന്ന ഇപ്പൊ 2025 ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ പല മെസ്സേജുകൾ. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ചു വളർന്നു വന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കിട്ടുമോ അല്ലെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു 2-3 വയസ്സ് മുതൽ ഭഗവത്ഗീത പഠിച്ച് ജപിച്ചു തുടങ്ങിയ ഒരാളാണ്. അപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഓരോ ശ്ലോകങ്ങളി ഉണ്ട്. അതായത് കൈ തുറന്നു വെച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂല്യ സ്ഥിത ഗൗരി. രാവിലെ പിന്നെ തൊട്ട് സമുദ്രവസനേ ദേവി എന്ന് പറഞ്ഞ് തൊടും. കുളിക്കുമ്പോൾ ഗംഗേ ജമുനേ ജൈവ ജപിക്കും. കഴിക്കുന്ന സമയത്ത് ബ്രഹ്മാർപ്പണം ജപിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് കരചരണകൃതം കായജം കർമ്മജം മനസ്സ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും ഒക്കെ വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം എനിക്കുണ്ടായിരുന്നു. തീരെ കുഞ്ഞിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോസ്റ്റ് മോഡേൺ ആണ്, ഞാൻ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്, ഞാൻ നല്ല വാച്ചാണ് ധരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ മോഡേൺ ആണ്. പക്ഷെ ഞാൻ കുറച്ച് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പരമ്പരാഗതമായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അധികം ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ജപിക്കുന്ന മന്ത്രവും, അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും, ഭൂമി ദേവി തൊട്ടുവരുന്ന സമയത്തും, കിടക്കാൻ പോകുന്ന സമയത്തും, അതുപോലെ തന്നെ അങ്ങനെ ഓരോ അതൊക്കെ നല്ലതാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലെ കാലഘട്ടത്തിൽ ഞാനും ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ, നല്ല വൃത്തിയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് അതൊന്നും അറിയില്ല. ഉറങ്ങുന്നതിന് മുമ്പ് കരാഗ്രേ വസതി ലക്ഷ്മി, ഉണരുന്ന സമയത്ത് അതും, അതുപോലെ തന്നെ കരചരണം കൃതം കായജം കർമ്മജം ശ്രവണനജം, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ഷമയൊക്കെ ചോദിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഓരോന്നും മന്ത്രങ്ങൾ ജപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. സമയത്തൊക്കെ നമ്മുടെ ഒരു റുട്ടീൻ അങ്ങനെയായിരുന്നു. ഉണരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ചെല്ലും. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ 2 കൈയും തൊഴുതിട്ട് എല്ലാ ഇഷ്ടത്തിനോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഉറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, സത്യമാണ്, അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേസമയം അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ തിരുമേനിമാർ അല്ലെങ്കിൽ മുനിശ്രേഷ്ഠന്മാർ, സന്യാസിമാർ എല്ലാവരും
ഒരു എന്തോ ആരാധന അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകുന്ന വ്യക്തിയാണ്. ഓക്കെ, സത്യം തന്നെ. പക്ഷെ എന്നിരുന്നാലും സ്വന്തം മക്കളുടെ പേര് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ വൈറലാവാൻ നോക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ദേവിക നമ്പ്യാർ കൂടെ ഒരു വോയിസും ഇല്ലാത്തതാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് ദേവികയോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ പല ഇന്റർവ്യൂസും കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും വിജയ് മാധവ് എന്ത് പറയുന്നു ആ മാഷ് ശരി എന്ന് പറഞ്ഞ് തലയാട്ടുന്ന ഒരു പാവക്കുട്ടി തന്നെയാണ് കേട്ടോ ദേവിക. പക്ഷെ ദേവിക ഇതിൽ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ ബുള്ളിങ് ചെയ്യുന്നു എന്നാണ്, സൈബർ ബുള്ളിങ് എന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞിനെ ഒരൊറ്റ മനുഷ്യരൊന്നും പറയുന്നില്ല. ഇപ്പം ഞാനായാലും ഇപ്പോൾ ഈ വീഡിയോ എതിർക്കുന്നുണ്ട്. അതായത് വിജയ് മാധവ് ഇട്ട ആ പേരിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ആ പേര് ആദ്യമായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും. ആദ്യമേ പറയുന്ന സമയത്ത് ദേവികയ്ക്കും ആ ഒരു ചിരിച്ചുകൊണ്ടാണെങ്കിലും ആ പേര് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മയെന്ന നിലയ്ക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞ് വയറ്റിൽ ജനിക്കുന്ന സമയത്ത് തന്നെ, ജന്മം എടുക്കുന്ന സമയത്ത് തന്നെ അതിനെ അങ്ങനെ ഓമനിക്കണം, ഇങ്ങനെ ഓമനിക്കണം, ആ പേര് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ വിജയ് മാധവ് അച്ഛനാണ്, ദേവിക നമ്പ്യാർ അമ്മയാണ്, അവരുടെ ഇഷ്ടമാണ് അവരുടെ കുട്ടിക്ക് പേരിടുക എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും എന്ത് പേരിട്ടാലും ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരനുഭവിക്കാൻ പോകുന്ന ഷെയിം എന്തായിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പൊ തങ്ങളുടെ വൈറൽ എങ്ങനെയാണോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അതില് വിജയ് മാധവ് പറയുന്നുണ്ട് വളർന്നു വരുന്ന സമയത്ത് അവന് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാമെന്ന്. ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനൊരു പേരിടുന്നത്? എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതായ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ പേരുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഴയ പേരുകളാണെങ്കിൽ അങ്ങനെ എന്തെല്ലാം നല്ല നല്ല പേരുകൾ കൊണ്ടിടാനായിട്ട്. ഒരു മോൾക്കിടാൻ പറ്റിയ പേരുകൾ എന്തെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മോനിടാൻ പറ്റിയ എന്തെല്ലാം പേരുകളുണ്ട്. അതെല്ലാം വിട്ടിട്ട് ഇങ്ങനൊരു പേരിലേക്ക് സെലക്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ ദേവിക പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ നല്ലൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ട്. അതുകൂടെ നമുക്കത് കണ്ടിട്ട് വരാം. കാര്യം അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ദേവികയെ പറഞ്ഞു പഠിപ്പിച്ച് പറയുന്ന കണക്ക് നമുക്കൊരു തോന്നലുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ ഞാൻ മലപ്പുറംകാരിയാണ്. സ്ഥിരം ചെറുപ്പം മുതൽ പറഞ്ഞാണ് എന്ത് പറഞ്ഞാലും ആദ്യം നമ്മൾ പറയും ഇൻഷാ അല്ലാ എന്ന് പറയും. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അപ്പം ഈശ്വരൻ സഹായിച്ചൊന്നും ഇപ്പൊ വലുതായപ്പോ മാറ്റി പറയുന്നു. അപ്പോ ഇൻഷാ അല്ലാ ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഞങ്ങളെ സർക്കിൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈശ്വരൻ സഹായിച്ച് എനിക്ക് നല്ലൊരു കുടുംബം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഈ നിമിഷം വരെയാണ് പറയുന്നത്. കാരണം നാളെ ഉണ്ടാവും നമുക്കറിയില്ല. നാളെ നമുക്കറിയത്തില്ല. അറിയില്ല. ഹാപ്പിയാണ്. നമ്മൾ ഒരു പ്രശ്നവുമില്ല. അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇപ്പുള്ള തന്നെ പറയട്ടെ, മൂപ്പര് ഉറങ്ങിയിട്ട് ഇപ്പൊ ഞാൻ വെന്റിലേറ്റർ ആയത് മുതൽ മൂപ്പര് ഉറങ്ങിയില്ല. രാത്രി ആത്മജയനെയും, കാരണം അറിയാലോ 2 വയസ്സ് ഗ്യാപ്പിൽ കുട്ടികൾ വരുമ്പോ ആദ്യത്തെ കുട്ടിക്ക് ഇത്തിരി മാനസികമായിട്ടുള്ള വിഷമമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആത്മജയുടെ ഏറ്റവും വലിയ, ആത്മജയ്ക്ക് എന്നെക്കാൾ കൂടുതൽ അടുപ്പം മാഷായിട്ടാണ്, ജഡ്ജാന്ന് വിളിക്കുക. അപ്പം ജഡ്ജ കുട്ടീനെയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ആത്മജയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഉറക്കത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്നെ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യുന്നു. അമ്മമാരുണ്ട്, അവര് നന്നായിട്ട് നോക്കുന്നുണ്ട്. പ്ലസ് ഇപ്പം രാത്രിയാണെങ്കിലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നോട് ഉറങ്ങാൻ പറഞ്ഞു. ചെറിയ കുട്ടീനെയും വലിയ കുട്ടീനെയും രാത്രി ഉറങ്ങാതെ നോക്കുന്നത് മാഷാണ്. ഇത്രയും ദിവസമായിട്ട് പകല് മൂപ്പര ജോലി അല്ലാത്ത ബിസിനസ്സും കാര്യങ്ങളായിട്ട് അതിനും നടക്കും. അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുന്നത് കൊണ്ട് ഇപ്പൊ എവിടെ പോവുകയാണെങ്കിലും ആത്മജനെയും കൊണ്ടാണ് പോകുന്നത്. സോ ഇത്രയൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് ഒരു കുഞ്ഞ് എന്റെ മുഖത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് അത് ഓക്കെ ആക്കുന്ന എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തരുന്ന ഒരു എന്താ പറയാ ഭർത്താവിനെയാണ് ഞാൻ തിരുത്തി പറയല്ലേ. ഇപ്പം പറയും അവളെന്തിനാണ് പൊക്കി പറയുന്നതല്ല, സത്യം ഇതാണ്. അപ്പൊ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അതെനിക്കറിയാം. ഇഷ്ടമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇഷ്ടമില്ലാത്തല്ല, അവർക്ക് തോന്നിയതായിരിക്കും. ചിലപ്പോ എന്റെ ചില സംഭാഷണ രീതികളിലെ പ്രശ്നങ്ങളായിരിക്കും. വളരെ ഹാപ്പിയാണ്. തന്റെ കുഞ്ഞിന് എതിരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിന് കരഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു അമ്മയാണ് അവിടെ കാണുന്നത്. പക്ഷേ ആ അമ്മ പറയാം, ആ സമയത്ത് തന്നെ ദേവിക പറയാനായിട്ട് വിജയ് മാധവ് സമ്മതിക്കുന്നില്ല. അതൊന്ന് നിൽക്കി ഞാൻ പറയട്ടെ എന്നുള്ളൊരു പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പേരുകൾ ചാർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമാണ്, ഈ നിമിഷം വരെ നല്ലതാണ്, നാളെ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് പറയുന്നത് എന്തോ പറഞ്ഞ് പഠിച്ച് പറയുന്നതാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു നല്ലപോലെ വേദനയുള്ള ഒരു അമ്മയാണ്. പക്ഷെ ഇത്രയും വേദനിക്കുന്ന ഇവർക്ക് ആ പേരിനെ ഒന്ന് മാറ്റിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കുഞ്ഞിൻ്റെ പേര് ഏതെങ്കിലും ലളിതമായ ഒരു രീതിയിൽ എന്നാൽ ചോദിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് പേര് മാറ്റേണ്ടതെന്ന് ചോദിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു എന്തിൻ്റെ പേരിലായാലും ഈ ഒരു പേര് അനുവദനീയമല്ല. ഒരു കുഞ്ഞിനോട് ചെയ്യുന്നൊരു തെറ്റല്ലേ സത്യം പറഞ്ഞാൽ. അത് ആ കുഞ്ഞ് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇവർ മനസ്സിലാക്കാത്തതെന്നാണ് എൻ്റെ ഒരു വിഷമം കേട്ടോ. അല്ലാതെ
അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്കാണ് പേരിടാനായിട്ടുള്ള സ്വാതന്ത്ര്യം, അല്ലാതെ മറ്റുള്ളവർക്ക് അതിനുള്ള ഒരവകാശമില്ല. ഞാൻ അച്ഛനാണ്, ദേവിക അമ്മയാണ്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് പറയാം, ഓക്കെയാണ്, സത്യമാണ്. പക്ഷേ എന്നാലും നാളെ ആ കുഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കാം ഈ വ്യക്തികൾ മനസ്സിലാക്കാത്തത്. ഒരു അമ്മയെന്ന നിലയ്ക്ക്, ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എതിർക്കും. എത്ര ആയാലും, എത്ര സ്നേഹമുള്ള, എത്ര സുഖകരമായ നല്ല ദാമ്പത്യമാണെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്ത പേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എതിർക്കും. പക്ഷെ ഇവിടെ ദേവിക എല്ലാത്തിനും മാഷിന് തലകുലുക്കി അനുകൂലം കൊടുക്കുകയാണ്. ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർ നല്ല കപ്പിൾസാണ്. അവർ എന്താണോ ഭർത്താവ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യയാണ് ദേവികയായിട്ട് നമ്മൾ കാണുന്നത്. അവർ നല്ല ഒരു സീരിയൽ ആക്ട്രസ്, സീരിയൽ ആക്ട്രസ് ആണ്. സിനിമയിലൊക്കെ ഒരുപാട് തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ്. അവരാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമായ വിജയ് മാധവനെ ഭാര്യയായിട്ട് എത്തുന്നത്. ഇവരുടെ വീഡിയോയുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിൽ പറയുന്നുണ്ട് മാഷിന് ഒരുപാട് മാറ്റം സംഭവിക്കും, വിവാഹശേഷം മാഷ് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിവാഹം കഴിക്കുന്നതെന്നും. പക്ഷേ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന്. അതെ, ഒരു മാറ്റവും സംഭവിക്കില്ല. വിജയമാധവ് എന്ത് പറയുന്നത് അതേപോലെ നടക്കുള്ളൂ. വിജയമാധവന് വൈറലാവണം. അതായത് ഇങ്ങനെ ഇപ്പോൾ തന്നെ നോക്കി എന്തുമാത്രം സോഷ്യൽ മീഡിയ ചർച്ചയായി കഴിഞ്ഞു. ആത്മഹത്യയുടെ സമയത്തും ഇത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിനെക്കാട്ടിയും 100 ഇരട്ടി ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ മകൾ ആ പേരിലൂടെ. അപ്പം വളർന്നു വരുന്ന സമയത്ത് തൻ്റെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓം പരമാത്മ എന്ന് പറയുന്ന പേര് കിട്ടും, അതിലുള്ളായിരിക്കുന്ന എല്ലാ റിച്വൽസ് ആയിട്ടുള്ള എല്ലാ ഗുണങ്ങളും, അതിൽ പറഞ്ഞേക്കുന്ന എല്ലാ ഗുണങ്ങളും ഈ കുട്ടിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു പേരിൽ നിന്ന് ആ ഗുണങ്ങളെല്ലാം ലഭിക്കുമോ അറിയില്ല. എന്തായാലും അങ്ങനൊരു പേര് ആ കുഞ്ഞിന് അത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വളർന്നു വന്ന് ആ കുഞ്ഞ് തിരിച്ച് ചോദിക്കും, എന്തിനാണ് അച്ഛാ അല്ലെങ്കിൽ അമ്മ എനിക്ക് ഈ ഒരു പേരിട്ടേന്നുള്ള ചോദ്യം ഉറപ്പാണ്. എല്ലാവരും പറയുന്നത് ഈ ഒരു സൈബർ ആക്രമണം തന്നെയാണ് സത്യം പറഞ്ഞാൽ അല്ലേ. ആ കുഞ്ഞിനല്ല, അച്ഛനും അമ്മയ്ക്കും എതിരെയാണ് ഇങ്ങനെ ഒരു പേരിട്ടതിൻ്റെ പേര്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പറയരുതായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബിൽ ഇങ്ങനെ അത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ അറിഞ്ഞത്, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എത്രയോ പേർക്ക് മക്കൾ ജനിക്കുന്നുണ്ട്, അവർക്ക് മക്കളുടെ പേരുകൾ എന്തെല്ലാം ഇടുന്നുണ്ട്, ആ പേരെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ടില്ല. നമ്മൾ വൈറലാവാൻ വേണ്ടിയിട്ട് ഒന്ന് സോഷ്യൽ മീഡിയ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ കാര്യം. എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ തിരിഞ്ഞു നിന്ന് കുഞ്ഞ് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. എന്തായാലും ഈ മക്കൾസ് വളർന്നു വരുമ്പോൾ അവരുടെ പേര് മാറ്റും. അതിന് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല. അച്ഛനും അമ്മയും ഇട്ട പേരായതുകൊണ്ട് ഞങ്ങൾ മാറ്റില്ല. ഇപ്പോൾ ഗസറ്റിലൊക്കെ പരസ്യം കൊടുത്ത് എന്തായാലും മാറ്റം വരുത്തുന്നത് ഉറപ്പാണ്. അന്ന് നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി, മക്കളുടെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു നല്ല തീരുമാനത്തിലെത്തുക. എന്തായാലും ഇതിൽ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ പറ്റും. ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.